റബ്ബർ മരം ചരിത്ര വഴിയിലൂടെ. അന്തരീക്ഷത്തിൽ ഈർപ്പം സ്ഥിരമായി നിലനിൽക്കുന്ന മിതോഷ്ണ മേഖലാ പ്രദേശങ്ങളിൽ വളരുന്ന ഒരു മരമാണ് റബ്ബർ. 1850-കളിൽ വരെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ബ്രസീലിലായിരുന്നു റബ്ബർ ഉണ്ടായിരുന്നത്. കോളനിവൽക്കരണത്തിന്റെ ഭാഗമായി ഈ വൃക്ഷം ലോകമെമ്പാടുമുള്ള അനുയോജ്യ കാലാവസ്ഥകളിലേക്ക് പടരുകയുണ്ടായി. മരത്തിന്റെ തൊലിക്കടിയിൽ നിന്ന് മൂറി വരുന്ന ദ്രാവകം ഉറയ്ക്കുമ്പോഴാണ് ഇലാസ്തികതയുള്ള റബ്ബർ ആകുന്നത്. ഇതുപയോഗിച്ച് പെൻസിൽ കൊണ്ടെഴുതിയ എഴുത്തുകൾ ഉരച്ച് മായ്ച്ചു കളയാം, അതായത് റബ്ബ് ചെയ്യാം എന്ന അറിവാണ് മരത്തിനും അതിൽ നിന്നുണ്ടാകുന്ന ഉൽപ്പന്നത്തിനും റബ്ബർ എന്ന നാമം നൽകുന്നതിന് കാരണമായത്. ഇംഗ്ലീഷ് രസതന്ത്രജ്ഞനായ പ്രീസ്റ്റ്ലിയാണ് ഇത് കണ്ടുപിടിച്ചത്. ആമസോൺ നദിയുടെ തീരത്തുള്ള പാരാ തുറമുഖത്തു നിന്ന് ആദ്യമായി കയറ്റി അയക്കപ്പെട്ടതിനാൽ പാരാ റബ്ബർ എന്നും അറിയപ്പെടുന്നു. ആമസോൺ നദീതീരത്തുണ്ടായിരുന്ന ഈ വൃക്ഷം അങ്ങോട്ടേക്കുള്ള കുടിയേറ്റത്തിന്റെ ഭാഗമായി ഇംഗ്ലീഷുകാർ തിരിച്ചറിഞ്ഞു. 17-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഹെൻറി വിക്ഹാം എന്ന ഇംഗ്ലീഷുകാരനാണ് റബ്ബർ മരത്തിന്റെ വിത്തുകൾ ലണ്ടനിൽ എത്തിച്ചത്. ഈ വിത്തുകൾ പിന്നീട് റബ്ബറിന്റെ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള കൃഷിക്കായി ഇന്ത്യയിലേക്ക് അയച്ചു. എന്നാൽ ഇന്ത്യയിൽ റബ്ബർ കൃഷി അത്ര വിജയകരമായിരുന്നില്ല. ഇതിനെ തുടർന്ന് ഇംഗ്ലീഷുകാർ റബ്ബർ ശ്രീലങ്കയിൽ കൃഷി ചെയ്യാൻ ശ്രമിച്ചു. കൊളംബോയ്ക്ക് 17 മൈൽ പുറത്തുള്ള ഹെൻഡ്രത്ഗോഡ എന്ന സ്ഥലത്താണ് ആദ്യമായി റബ്ബർ കൃഷി ആരംഭിച്ചത്. ശ്രീലങ്കയിലെ റബ്ബർ കൃഷി നല്ല വിജയമായിരുന്നു. 1877-ൽ റബ്ബർ മലേഷ്യയിലെത്തി. തെക്കുകിഴക്കൻ ഏഷ്യയിലെങ്ങും റബ്ബർ കൃഷി പിന്നീട് പടർന്നു. ഇന്ന് മലേഷ്യ, ഇന്തോനേഷ്യ, തായ്ലൻഡ്, ശ്രീലങ്ക, ബ്രസീൽ, വിയറ്റ്നാം, നൈജീരിയ, ലൈബീരിയ, കംബോഡിയ, കോങ്കോ, ഫിലിപ്പൈൻസ്, ഘാന, ന്യൂ ഗിനിയ, ബർമ, ചൈന, ഇന്ത്യ എന്നിവിടങ്ങളിൽ റബ്ബർ കൃഷിയുണ്ട്.